അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായൊരു ദിനത്തിലാണ് നമ്മളുള്ളത്. ഈ വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമയം ഒരുപാട് അനുഗ്രഹ വർഷങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളാണ്. കൂടുതൽ ഹംദിലും തസ്ബീഹിലും തഹ്ലീലിലുമായി കഴിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അതോടൊപ്പം തന്നെ മൻ സല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ എന്ന് നബി മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അഥവാ സലാത്തിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരാൾ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 പ്രാവശ്യം 10 വട്ടം അയാൾക്കായി അനുഗ്രഹവർഷം ചൊരിയുമെന്നതാണ്. റമദാനിലാകുമ്പോൾ അത് 700 വളരുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ പ്രാർത്ഥനാനിരതരായി കഴിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥന എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്നതാണ് അതിൻ്റെ സമ്പൂർണമായ രൂപം. കൂടുതൽ നമ്മൾ സലാത്തിലും പ്രാർത്ഥനകളിലുമൊക്കെ നിരതരാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ നന്നായി കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രമണിഞ്ഞ് സുഗന്ധമണിഞ്ഞ് നേരത്തെ കാലത്തെ പള്ളിയിലേക്കെത്തി 1ാമത്തെ സഫിലെത്തിച്ചേർന്നു തഹിയ്യത്ത് നമസ്കാരം നിർവഹിച്ച് കൂടുതൽ ഖുർആൻ പാരായണത്തിൽ വ്യാപൃതമാകാനും ഖത്തീബത്തി ഖുതുബ നിർവഹിക്കുമ്പോൾ സശ്രദ്ധം അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഇമാമിനോടൊപ്പം ജുമഅ നമസ്കാരം നിർവഹിച്ച് പിന്നീട് അള്ളാഹു തീരുമാനിച്ചതുപോലെയും അള്ളാഹു നിർദ്ദേശിച്ചതുപോലെയും വീണ്ടും ഈ ദുനിയാവിലെ അനുഗ്രഹ വർഷങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും നിങ്ങളുടെ മറ്റു തൊഴിലിലേക്കും ഇറങ്ങിക്കൊള്ളൂ എന്ന് സൂചിപ്പിച്ചതുപോലെ വിജയകരമായി ഈ ജുമഅ ദിവസത്തെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. ജുമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയവും നമ്മുടെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് ഏത് എന്ന് കൃത്യമായും ക്ലിപ്തമായും പറയപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു പ്രതീക്ഷയുള്ളത് അസ്തമയത്തോട് തൊട്ടു മുമ്പുള്ള സമയമാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിനം മുഴുവനും കൂടുതൽ പ്രാർത്ഥനാനിരതമായി കഴിയുവാൻ നാം ഓരോരുത്തരും യത്നിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയോടെ കൂടുതൽ പ്രാർത്ഥനാനിരതരായി കഴിയുന്ന സൗഭാഗ്യശാലികളിൽ എന്നെയും നിങ്ങളെയും ലോക മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.